വിശുദ്ധ ഖുർആനിലെ ഈ ചെറിയ സൂറത്ത് 1000 തവണ ഓതുക. ഓരോ 100 തവണയും കഴിഞ്ഞാൽ അവന്റെ ആവശ്യം പടച്ച റബ്ബിനോട് അവൻ അറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. വീണ്ടും അടുത്ത 100 തുടങ്ങുക. അങ്ങനെ ആ 100 തവണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുക. ഇങ്ങനെ 1000 എന്ന എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ചെയ്ത് 1000 പൂർത്തിയാക്കിയതിന്റെ ശേഷം ഇങ്ങനെ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഹലാലായ ആവശ്യത്തിന് വേണ്ടിയാണോ അവൻ ഈ അമല് ചെയ്തിട്ടുള്ളത്, അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആ ചെറിയ സൂറത്തിനെ കുറിച്ചും എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളതും ആ സൂറത്തിനെ കുറിച്ചുമുള്ള മറ്റു വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഈ ഒരു അമല് നമുക്ക് കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വരാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിൽ ആണ് എന്നതാണ് അർത്ഥം. ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണോ ഉള്ളത് എന്നുള്ളത്. അതിനനുസരിച്ച് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് ആർക്കും ഈ ലിങ്ക് എടുത്ത് നോക്കിയാൽ എപ്പോഴും അത് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാത്തിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകുന്ന നിരവധി അമലുകൾ നമ്മൾ ഈ ചാനലിൽ ഇതിനിടയ്ക്ക് തന്നെ പല തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തതും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതുമായ 12000 ബിസ്മിയുടെ അമല് ഇപ്പോഴും നിരവധി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതിന്റെ അനുഭവങ്ങൾ പറയുന്നവർ ധാരാളമാണ്. എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ അമല് ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ പറഞ്ഞിട്ട്, ആ സമയം അത് പറഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ അതിനെക്കുറിച്ച് പറയാത്തൊരു ദിവസവും ഉണ്ടാകാറില്ല. ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് പലരും അത് പറയാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. ജോലി ലഭിച്ചത് പറയാനും, മക്കളായത് പറയാനും, നല്ല സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വന്നത് പറയാനും, വിവാഹം ശരിയായത് പറയാനും, അപ്രതീക്ഷിതമായിട്ട് പല ഇന്റർവ്യൂകളിലും അറ്റൻഡ് ചെയ്ത് അവർക്ക് നല്ല ജോലി ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ തന്നെ ലഭിച്ച എത്രയോ അനുഭവങ്ങൾ 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ 12,000 ബിസ്മിയുടെ അമല് പലതവണ ചെയ്തവരുണ്ട്, ഒരു തവണ ചെയ്ത ആഗ്രഹം പൂർത്തീകരിച്ച് വീണ്ടും ചെയ്തവരുണ്ട്. എന്നാൽ ആ അമല് തന്നെ ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവരുമുണ്ട്. അത് നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, റിസൾട്ട് ലഭിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനൊരു ആപ്റ്റ് ആയിട്ടുള്ള സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്ക് ലഭിക്കും. അപ്പൊ അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവ് ആയിട്ടെല്ലാം കാണുമ്പോൾ നമുക്കത് ഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്ന പ്രതീക്ഷയിലാണ് എപ്പോഴും നമ്മൾ ഇരിക്കേണ്ടത്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് തീർത്തു തരട്ടെ. വിശുദ്ധ ഖുർആനിലെ വളരെ സവിശേഷമായ അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ, അല്ലാഹുവിന്റെ സമദാനിയത്തിനെ സൂചിപ്പിക്കുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് പേരുകളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന്, വസ്തുവിന്, ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് ഒരുപാട് പേരുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആ വസ്തുവിന്റെ, ആ കാര്യത്തിന്റെ, ആ മാസത്തിന്റെ ഒക്കെ പ്രത്യേകതകൾ വളരെ വലുതാണ് എന്നും അതിന്റെ ശ്രേഷ്ഠത അതിമഹത്വമായതാണ് എന്നും സൂചിപ്പിക്കുന്നു. അപ്പോ ഈ വിശുദ്ധ സൂറത്തിന് ഇത്രമേൽ പേരുകളുണ്ട് എന്നുള്ളത് തന്നെ ഇതിന്റെ സവിശേഷതയെ വിളിച്ചോതുന്നുണ്ട്. ധാരാളം പേരുകളുള്ള സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്. മഹാനരായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഒരാൾ ഓതിക്കഴിഞ്ഞാൽ 1/3 തവണ വിശുദ്ധ ഖുർആൻ ഓതിയതുപോലെയാണ്. 1/3 ഭാഗം വിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലമാണ് ലഭിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തതിന്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ നമ്മൾ പാരായണം ചെയ്യും. 3 തവണ പാരായണം ചെയ്യുമ്പോൾ, ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗം പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും. 2 തവണ പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ 2/3 ഭാഗം പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കും. നമ്മൾ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 3/3 അഥവാ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ മരിച്ച വീട്ടിൽ ദുആ ചെയ്യുമ്പോൾ, നമ്മൾ അത്യാവശ്യ വിഷയങ്ങൾക്കൊക്കെ ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഉടനെ 3 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസും ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത്. മഹാനരായ സുയൂത്തി ഇമാം ആ വിഷയം പറയുന്നുണ്ട്. അപ്പോ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആനിന്റെ 1/3 ഓതിയ പ്രതിഫലം ലഭിക്കും. ആ സൂറത്തുൽ ഇഖ്ലാസ് തന്നെ 3 തവണ ആരെങ്കിലും പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഓതിയതിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ ഓതിയ ഖുർആൻ ഖത്മ ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും. അത് കരുതിയിട്ട് ആരെങ്കിലും ഖത്മ് ഓതാൻ വേണ്ടി നേർച്ചയാക്കിയിട്ട് അതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന കരുത്തോടുകൂടെ 3 ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാലേ ആ നേർച്ച വിടുകയില്ല. അതവൻ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും ഖത്മ് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. അപ്പോ ഇതിങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നേ ഉള്ളൂ. ആ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയ ഓരോ അക്ഷരങ്ങളും, ഓരോ ഹർഫുകളും, ഓരോ വാക്കുകളും, ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയതിന്റെ പ്രതിഫലം അത് വേറെ തന്നെ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് ഓതണം. അവിടെ 3 ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയത് കൊണ്ട് ആ നേർച്ച വീടിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്
ആരെങ്കിലും 10 പ്രാവശ്യം പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവന് ഒരു മണിമാളിക ഒരുക്കി വെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് എത്ര തവണയാണോ നമുക്ക് ഓതാൻ സാധിക്കുക അത്രയും തവണ നാം ഓതണം. സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രത്യേക എണ്ണമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഓതിക്കഴിഞ്ഞാൽ ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ ലഭിക്കാൻ കാരണമാകും. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി അറിയിക്കൂ. ഇത്ര തവണ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ, ഇപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തഹ്ലീൽ അത് 70,000 തവണ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരോ ജീവിതകാലത്തോ ആരെങ്കിലൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് അദാബിനെ തൊട്ട് കാവലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ദിക്ർ എന്ന് പറയും. ചില നാട്ടിൽ ദിക്ർ എന്ന് പറയും, ചില നാട്ടിൽ പല പേരുകളൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയല്? അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 തവണക്ക് ഓതാൻ വേണ്ടിയിട്ട് തഹ്ലീലിന് വേണ്ടി ഒരുമിച്ച് കൂടൂലേ, അതിനെന്തെന്നാ പറയല്? പല പേരുകളിലും അറിയപ്പെടും. അപ്പൊ ആ ദിക്റിന് വേണ്ടിയിട്ട് വരുമ്പോ അവിടെ ആളുകളുടെ എണ്ണം എടുക്കും. എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ള എണ്ണ എടുക്കും. എണ്ണ എടുത്തിട്ട് ഒരാൾ എത്ര ചൊല്ലിയാലാണ് മൊത്തം 70,000 തഹ്ലീലാകുക. അങ്ങനെ എണ്ണമെടുത്ത് കൃത്യമായിട്ട് 70,000 തഹ്ലീല് പ്രത്യേകം പൂർത്തീകരിക്കുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയും അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടും അദാബുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുമാണ്. ഇവിടെ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മണിമാളിക ഒരുക്കി വെക്കും എന്നുള്ളതാണ്. 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയ പൂങ്കാവനത്തിൽ ഒരു കൊട്ടാരം അവന് തയ്യാറാക്കി വെക്കും. 60 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരാള് 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. ഒരു 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വളരെ ചെറിയ സമയമേ ആവശ്യമുണ്ടാവുള്ളൂ. ഒരു 3 തവണ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ എത്ര പെട്ടെന്ന് ഓതി തീർക്കുമല്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അക്ഷരങ്ങള് നഷ്ടപ്പെട്ടു പോകരുത്. ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് അവിടെ നിർത്തിയിട്ട് ഓതുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അങ്ങനെയാണ് ഓതുന്നത്. നമ്മൾ സ്പീഡ് ഓതണമെന്നുണ്ടെങ്കിൽ അക്ഷരത്തെറ്റ് കൂടാതെ സ്പീഡ് ഓതാവുന്നതാണ്. നിർത്താതെ ഓതണമെന്നുണ്ടെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദുൻ ഇല്ലാഹുസ് സമദ് അങ്ങനെയാണ് ഓതേണ്ടത്. അങ്ങനെ ഓതുമ്പോഴാണ് അത് തജ്വീദിന്റെ നിയമം അനുസരിച്ചുള്ള ഓത്താകുക. അപ്പൊ എങ്ങനെ ഓതേണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദുൻ ഇല്ലാഹുസ് സമദ്. അഹദു ദു കഴിഞ്ഞിട്ട് നീ എന്ന അക്ഷരം, നാ നീ എന്നുള്ള അക്ഷരം നീ. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദുൻ ഇല്ലാഹുസ് സമദ് കൂട്ടി ഓതുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് കൂട്ടി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദുൻ ഇല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ ശരിക്കും ഓതന്നെ വേണം കേട്ടോ. അങ്ങനെ ഓതുമ്പോഴാണ് അതിന്റെ പ്രതിഫലമൊക്കെ ലഭിക്കുക. അപ്പൊ 50 തവണ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ 50 വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏജ് എത്രയാണ്? ഓരോരുത്തർക്ക് 35 വയസ്സുള്ളവരും 28 വയസ്സുള്ളവരും 40 വയസ്സ് കഴിഞ്ഞവരും 50 വയസ്സ് കഴിഞ്ഞവര് 60 വയസ്സ് കഴിഞ്ഞവര് പലരും എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. എന്നാൽ ഓരോ ദിവസവും 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് 50 തവണ ഒരു ദിവസം പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തുവരുന്നുള്ളതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയം അത് ശുദ്ധീകരിക്കാൻ ഏറ്റവും വലിയൊരു മാർഗമാണത്. പാപങ്ങളെ കൊണ്ട് കറുത്തുപോയ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണതെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ നല്ല കെയർ ചെയ്യാറുണ്ടല്ലേ? പെട്ടെന്നൊരു നെഞ്ചുവേദന വരുമ്പോ
ഹൃദയാഘാതം സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്യാൻ പറയും. ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 4 ബ്ലോക്ക് ഉണ്ടാവും, ചിലപ്പോൾ 5 ബ്ലോക്ക് ഉണ്ടാവും, ചിലപ്പോൾ 10ഉം 11ഉം ബ്ലോക്കുകൾ ഉണ്ടാവും. ഡോക്ടർ തൽക്കാലത്തിന് എന്തെങ്കിലും ഒരു ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ചെയ്ത് ഒരു 3-4 ബ്ലോക്കുകൾ നീക്കിയിട്ട് ബാക്കിയുള്ളതിന് ടാബ്ലറ്റോ മെഡിസിൻസോ ഒക്കെ കൊടുത്തിട്ട് കുടിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാന്നൊക്കെ പറയും. നമ്മൾ എത്ര എക്സ്പെൻസ് കൊടുത്തിട്ടാണ് അതൊക്കെ നടത്തുന്നത്? 50,000, 20,000, 30,000 ഒക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ചെലവഴിക്കുന്നത്? നമ്മുടെ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന രോഗങ്ങളെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നല്ലേ. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഹൃദയത്തിലെ അതിനേക്കാളും അപകടകാരിയായ ചില രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ട്. പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് കറുത്തുപോയിട്ടുണ്ട്. അത് ശുദ്ധീകരിക്കാൻ അധികം ചെലവ് ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഈ കൊടുത്ത 50,000 രൂപയുടെ ആവശ്യമുണ്ടോ? അതിന് ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല 50 തവണ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോഴേക്ക് അത് അല്ലാഹു അത് മായ്ച്ചു കളയണം. അപ്പൊ നമ്മൾ ഒരു സൈഡ് മാത്രം നോക്കരുത്. നമ്മുടെ അവയവങ്ങൾ ഭൗതിക ലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങളുടെ ട്രീറ്റ്മെന്റ് മാത്രം നോക്കിയാൽ പോരാ, അതിനുള്ള ചികിത്സ മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ആഖിറത്തിലേക്കുള്ള നമ്മുടെ അവയവങ്ങളുടെ രോഗങ്ങളുടെ ചികിത്സകളും കൂടെ നമ്മൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് 50 തവണ ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം കേൾക്കുന്നവര് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകും. എത്ര വർഷത്തെ ദോഷങ്ങൾ? 50 വർഷത്തെ ദോഷങ്ങൾ. ഇനി അതിനേക്കാളും വലിയ മഹത്വങ്ങൾ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും 100 തവണ നിസ്കാരത്തിലോ മറ്റോ ഓതിയാൽ അവനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. 201 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തവന്റെ ഒരു 100 കാലത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തുതരും. ഒരു 100 കാലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ലാഹു അത്രയും ദിവസത്തെ ദോഷങ്ങൾ നമുക്ക് പുറത്തുതരും എന്നുള്ളതാണ്. 201 തവണ പാരായണം ചെയ്യണം. അപ്പൊ അതെന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് ഏതെങ്കിലും സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. തിങ്കളാഴ്ച നോമ്പൊക്കെ സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്നവര്, അത്തരം സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വിശാലമായ ഒരു സമയം കിട്ടുകയാണെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണ 201 സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഇത്തരം അമലുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിലേക്ക് എഴുതി വെച്ചാൽ നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. 50 തവണ പാരായണം ചെയ്താൽ ഇങ്ങനെയാണ്, 201 തവണ പാരായണം ചെയ്താൽ ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഞാനിത് എപ്പോഴെങ്കിലും ചെയ്യും. അങ്ങനെ എത്ര വട്ടം ചെയ്തു എന്നുള്ളത് എഴുതി വെക്കുക. നമുക്ക് തന്നെ ഒരു മാനസികമായൊരു സംതൃപ്തി ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവിന്റെ ലിഖായിലേക്ക് എത്തുമ്പോൾ ഒരു ദോഷവും ഇല്ലാതെ അള്ളാഹുവിലേക്ക് എത്താനുള്ള രൂപത്തിൽ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു പാകപ്പെടുത്തിയെടുക്കാനുള്ള രൂപത്തിലുള്ള ഒരു ജീവിത ക്രമമാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 201 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങൾ, ഒരു 100 കാലത്തെ ദോഷങ്ങൾ പൊറുക്കും. ഒരു സ്വഹാബി വര്യന് നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, എന്താണ് ഇങ്ങനെ എല്ലാ റക്അത്തിലും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? അപ്പോ ആ സ്വഹാബി വര്യൻ മുത്തുനബി തങ്ങളോട് പറഞ്ഞത്, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള അങ്ങേയറ്റത്തൊരു സ്നേഹം എനിക്ക്, അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്. ചില കുട്ടികളൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഗൈറൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ അങ്ങനെ ഓതുന്നു. അപ്പൊ അവരോട് നമ്മൾ അതിനോട് കാരണം ചോദിക്കുമ്പോൾ എന്താ നീ എല്ലാ നിസ്കാരത്തിലും ഇങ്ങനെ സൂറത്തുൽ കൗസർ ഓതുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ മറുപടി പറഞ്ഞേക്കാം, അത് ഏറ്റവും ചെറിയ സൂറത്തല്ലേ, ഒരു സൂറത്ത് ഓതൽ സുന്നത്താണല്ലോ,
അതാവുമ്പോൾ വേഗം കഴിയും എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഈ സ്വഹാബി വര്യനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ആ സ്വഹാബി വര്യൻ മറുപടി പറഞ്ഞത്, ഹബീബായ തങ്ങളെ, എനിക്ക് ആ സൂറത്തുൽ ഇഖ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. സൂറത്തുൽ ഇഖ്ലാസിനെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് സൂറത്തുൽ ഇഖ്ലാസിനോട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നതെന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ ഇഷ്ടം, ആ ഒരു സ്നേഹം, സൂറത്തുൽ ഇഖ്ലാസിനോട് അങ്ങേക്ക് നിനക്കുണ്ടായ ആ ഇഷ്ടവും ആ സ്നേഹവും സ്വർഗത്തിലെത്തിക്കും എന്നുള്ളത് തീർച്ചയാണെന്ന് മുത്തുനബി തങ്ങളുടെ നാക്ക് കൊണ്ട് കിട്ടിയ വലിയൊരു വാക്യമാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് അത് പ്രയാസമില്ലാത്തതാണ്. ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് ഓത്, അല്ലേ? എപ്പോഴാണ് നമ്മൾ മരണപ്പെടാന്ന് അറിയാൻ പറ്റില്ലല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞായറാഴ്ച ദിവസത്തില് സൂര്യൻ അസ്തമിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ആ പ്രദോഷ സമയത്ത് ഇഖ്ലാസ് സൂറത്ത് ആരെങ്കിലും 10 പ്രാവശ്യം ഓതിയാൽ അവൻ ചോദിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കും, അവന് നൽകി കൊടുക്കും. അതിലേക്കുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിനെ പതിവാക്കുന്നയാൾക്ക് ഈഹത്തിലും പരത്തിലും സകല പുണ്യങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും. സർവ്വ തിന്മകളും അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എപ്പോഴും പല തവണകളിലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഞായറാഴ്ച ദിവസമാകുമ്പോൾ ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കുക. ഒരു ഞായറാഴ്ച ദിവസമാകുമ്പോൾ ഒരു 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ നമുക്ക് വലിയ വലിയ ശത്രുക്കളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പല സന്ദർഭങ്ങളിലും അകാരണമായിട്ട് ശത്രുത നമ്മോട് വെച്ച് പുലർത്തുന്ന ആളുകളെ അവര് തെറ്റിദ്ധാരണയുടെ പേരിൽ, അല്ലെങ്കിൽ വെറുതെ ചില ആളുകളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. ശത്രുക്കൾ ഭയങ്കരമായിട്ടുള്ള കാലാണ്. അപ്പൊ അത്തരം ശത്രുക്കൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ശത്രുക്കൾ ഉണ്ടാകും, നമ്മുടെ കൂട്ടുകാർക്ക് ശത്രുക്കൾ ഉണ്ടാകും. അങ്ങനെ ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട്, അക്രമികളുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ അക്രമങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ആളുകള് ആ ശത്രുക്കളുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് മുറുകെ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പ് നടന്ന ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് അതിന്റെ കേസിന്റെ ഒരു ഡയറി നമ്മൾ കണ്ടു. അതില് എന്താ പറയുന്നു വെച്ചാല്, ഒരു കുട്ടിയുമായി ഒരു യുവാവ് ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ ഇഷ്ടത്തിലായപ്പോ അവര് ഒരുമിച്ച് താമസിക്കാനും ജീവിക്കാനൊക്കെ തുടങ്ങി. വീട്ടുകാര് അതിനെ ശക്തമായിട്ട് എതിർത്തു. ആ കുടുംബത്തിനെ ഇങ്ങനെയുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇരു വീട്ടുകാർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരും ഒളിച്ചു ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഒളിച്ചു ജീവിക്കുകയാണ്, സുഖസുന്ദരമായി ജീവിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ കുട്ടിയോട്, ഈ പെൺകുട്ടിയോട് പതുക്കെ ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു വന്നു. യുവാവിന് ഇഷ്ടം കുറഞ്ഞു വന്നു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു മുസ്ലിം യുവാവാണ്. ആ മുസ്ലിം യുവാവിന് ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം പതിയെ കുറഞ്ഞു വന്നു. കിട്ടാത്ത സമയത്ത് നല്ല മതിപ്പും നല്ല ആഗ്രഹവും നല്ല ഇഷ്ടമൊക്കെ ആയിരിക്കും. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇഷ്ടവും ആ മതിപ്പൊക്കെ പതിയെ കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം പതിയെ കുറഞ്ഞു. എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നോണ്ട് തന്നെ ഒരു വിലയുമില്ലാതെയായി. അവസാനം ഇവള് വിവാഹം കഴിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ഈ യുവാവ് എത്തി. ഈ പെൺകുട്ടി അങ്ങനെ വിവാഹം കഴിക്കാതിരിക്കാൻ പറ്റില്ല, വിവാഹം കഴിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഒരു നിലക്കും ഇവളെ ഒഴിവാക്കാൻ കഴിയൂല എന്ന് കണ്ടപ്പോ ഈ സൈക്കോ ആയിട്ടുള്ള ഈ യുവാവ് ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി തെരഞ്ഞെടുത്ത രൂപം അത് അതിക്രൂരമായ രൂപമായിരുന്നു. വെട്ടി നുറുക്കിയിട്ട് 36 കഷ്ണങ്ങളാക്കി മാറ്റി എന്നാണ് ന്യൂസിലൂടെ വായിച്ചത്. 36 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് വീട്ടില് ഉള്ള ഫ്രിഡ്ജിലായിരുന്നു ഓരോ പീസുകളും സൂക്ഷിച്ചു വെച്ചിരുന്നത്. അങ്ങനെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് തന്റെ ബാഗില് ഓരോ പീസ് എടുത്ത് അത് ഒരു സ്ഥലത്ത് ഒഴിവാക്കും. രണ്ടാമത്തെ ദിവസം മറ്റൊരു പീസ് എടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒഴിവാക്കും. അങ്ങനെ ഈ 36
പീസുകളും ഓരോ സ്ഥലത്ത് ഒഴിവാക്കിയിട്ട് ആ പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തു, പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തു, വധിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു. അയാളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വായിച്ചപ്പോ അതിലെ മരണപ്പെട്ടതിന് ശേഷം ആ പെൺകുട്ടിയുടെ കഴുത്തറുത്തെടുത്തിട്ട് ആ മുഖത്തിലേക്ക് ഒരുപാട് തവണ ഇങ്ങനെ നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ശത്രുക്കളും ഇങ്ങനെ ഒരുപാട് ആക്രമകാരികളൊക്കെ ഉള്ള ഒരു കാലത്ത് കൂടെ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ഇത്ര അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് അമൽ ചെയ്താൽ മതി, നല്ല റിസൾട്ട് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പറഞ്ഞ ആ അതിവിശിഷ്ടമായ ആ അമല് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുന്ന പവിത്രമായ അമൽ ഏതാണെന്ന് ചോദിച്ചാൽ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഓരോ 100 തവണയും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിനോട് അവന്റെ ആഗ്രഹം പറഞ്ഞു ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞാൻ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് എൻ്റെ ഇന്നാലിന്ന ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണ്, എൻ്റെ ഇന്നാലിന്ന മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയാണ്, എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയാണ്, എൻ്റെ മകൾ സ്ഥാപിച്ചിട്ടുള്ള ആ അന്യപുരുഷനുമായി അന്യമതത്തിൽപ്പെട്ട ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത് എൻ്റെ മകൻ്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയാണ്, മക്കളുണ്ടാവാൻ വേണ്ടിയാണ്, വീടുണ്ടാവാൻ വേണ്ടിയാണ്, കടങ്ങൾ വീടാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള നിയ്യത്തുകൾ 100 തവണ കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യാം. 101 മുതൽ വീണ്ടും തുടങ്ങാം. അങ്ങനെ 200-ാമതെത്തുമ്പോൾ വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യാം. 200 തവണ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ദുആ ചെയ്തിട്ട് വീണ്ടും 201-ാമത്തെ തവണ തുടങ്ങിയിട്ട് 300-ന്റെ അവിടെ ചെയ്യുക. ഇങ്ങനെ ഓരോ 100-ഉം പൂർത്തിയാക്കി 1000 തവണ ഈ രൂപത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് അവന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മുൻനിർത്തി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഏതേത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് തന്നെ മറ്റൊരു അമൽ കൂടെയുണ്ട്. എന്താണ് അമലെന്ന് ചോദിച്ചാല്, സൂറത്തുൽ ഇഖ്ലാസ് വെള്ളിയാഴ്ച രാവിലെ 66 പ്രാവശ്യം ഓതുക. എത്ര പ്രാവശ്യം? 66 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അങ്ങനെ 66 തവണ ഓതിയതിന്റെ ശേഷം 5631 തവണ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് ചൊല്ലണം. അത് ചൊല്ലിയിട്ട് മാഷാ അല്ലാഹ് എന്നുള്ളത് 1000 തവണ ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് അവനെ അന്നത്തെ ദിവസം കിടന്നുറങ്ങുമ്പോൾ അവൻ ഏത് വിഷയത്തിലാണോ അവനെ സങ്കീർണമായി ഒരു പ്രശ്നമുണ്ടായിട്ട് ഒരു വിഷയം സാധിക്കാതെയായിട്ട് പ്രതിസന്ധിയിൽ അവൻ അകപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണോ ആ വിഷയത്തിൽ ഒരു വെളിപ്പെടൽ അവന് സ്വപ്നത്തിലുണ്ടാകും. ഒരു മലക്ക് വന്ന് സ്വപ്നത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ കൊടുക്കും. എങ്ങനെയാണ് അതിൽ മൂവ് ആവേണ്ടത്, അത് ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, വിവാഹവുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഇങ്ങനെ അതിലൊരു ഒരു ഫത്ഹ് അവന് തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലെയും ഇത് പതിവാക്കിയാൽ വലിയ സ്ഥാനങ്ങൾ ലഭിക്കാനും വലിയ കഴിവുകൾ ആർജിച്ചെടുക്കാനും സാധിക്കും. പക്ഷെ ഇതൊന്നും എല്ലാവർക്കും ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരുപാട് തവണ ചെയ്യാനൊന്നും പലർക്കും സാധിക്കില്ല. ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാനേ സാധിക്കുള്ളൂ. അങ്ങനെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് എത്താൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ, അള്ളാഹു തൗഫീഖ് നൽകിയ ആളുകൾക്ക് മാത്രമേ അത് ഒന്നിലധികം തവണയൊക്കെ ചൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഒന്നിലധികം ചൊല്ലാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഖൈർ അവരിലേക്ക് വരാൻ അടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഈ സൂറത്തുൽ ഇഖ്ലാസിന് ആരെങ്കിലും മരണരോഗത്തിൽ കിടക്കുന്ന അവസരത്തിൽ ചൊല്ലിയാൽ അവന്റെ ഖബറിൽ ശിക്ഷയുണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഖബർ അവനെ ഇടുക്കുകയില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ മലക്കുകളുടെ അകമ്പടിയോടെ അവന് നടന്നുപോയി സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാനും സാധിക്കും. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് തീരില്ല. അത്രമേൽ വിശാലമാണ് അതിന്റെ മഹത്വം. ഇപ്പോ ഈ ഖബറിന്റെ ഇറുക്കം എന്നൊക്കെ പറഞ്ഞാല് ആരെങ്കിലും ഖബറിന്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പറയും. അപ്പോ അങ്ങനെ അതിവിശിഷ്ടമായ അമലാണ്
സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടുള്ള അമല് ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഈ അമലൊന്ന് ചെയ്തു നോക്കുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ തീർത്തരാൻ കാരണമാക്കട്ടെ. എല്ലാവരും ഇൻഷാ അള്ളാഹ് പ്രത്യേകം ദുആ ചെയ്യണം. പരസ്പരം ദുആ വസിയത്തുകളൊക്കെ ചെയ്യണം. പരസ്പരം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ബുക്ക് ചെയ്തതിന് ശേഷമാണ് വരേണ്ടത്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രം വിളിക്കാം. ആ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.